ചെങ്കടലിൽ വീണ്ടും യുദ്ധത്തിന്റെ ഇരുണ്ട നിഴൽ വീഴുകയാണ്. ഗാസ യുദ്ധത്തിന്റെ തീ അണയുന്നതിന് പകരം ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയിലേക്കാണ് അത് പടരുന്നത്. ഹൂതി വിമതരുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകത്തെ വീണ്ടും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ബാബൽ മൻഡബ് കടലിടുക്ക് പൂർണ്ണമായി ഉപരോധിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ ഒരു ഭീഷണി മാത്രമല്ല, ലോക വ്യാപാരത്തിനും എണ്ണ വിതരണത്തിനുമെതിരായ തുറന്ന വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായക സമുദ്രപാതകളിലൊന്നായ ഈ കടലിടുക്കിലൂടെ ദിവസേന കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലും ലക്ഷക്കണക്കിന് കോടിയുടെ ചരക്കുകളുമാണ് സഞ്ചരിക്കുന്നത്. ഈ വഴി അടഞ്ഞാൽ അതിന്റെ ആഘാതം യമനിലോ ചെങ്കടലിലോ ഒതുങ്ങില്ല. ഇന്ത്യ ഉൾപ്പെടെ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണക്കാരുടെ ജീവിത ചെലവിനും വരെ അതിന്റെ പ്രത്യാഘാതം എത്തും. ഒരു കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ ലോകത്തെ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലെത്തിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ ഔദ്യോഗികമായി നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും സൗദി ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. മേഖലയിൽ നിലവിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കാമെന്നാണ് സൂചനകൾ. ചെങ്കടലിലേക്കുള്ള പ്രധാന കവാടമായ ബാബൽ മന്ദബ് കടലിടുക്ക് ലക്ഷ്യം വെക്കാനും അടച്ചിടാനും ഹൂതികളുടെ ഭീഷണിയുണ്ട്.